യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ക്രൂരത ഒരു സ്ത്രീയോട് ചെയ്ത് ആ സ്ത്രീയെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സുഖലോലുപതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എത്രയും നീചമായ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ മാനവിക മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ സഫിയ ബീവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുക. ഈ ചരിത്ര ഗ്രന്ഥങ്ങളുടെ വായനയിൽ ഓരോ താളുകൾ മറിക്കുമ്പോഴും ഓരോ സംഭവങ്ങളും എത്ര ക്രൂരമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ മഹാപ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനെ അറബിയിൽ അള്ളാഹു എന്ന് വിളിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിശ്വസിച്ചോളൂ. അതിലിവിടെ ആർക്കും ഒരു തർക്കവുമില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ഞാനും വിശ്വസിക്കുന്നു ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു അൾട്ടിമേറ്റ് പവർ ഉണ്ട്. ആ പവറിനെ ഏത് പേരിൽ വിളിക്കുന്നു എന്നുള്ളത് ഞാൻ പരിഗണിക്കാറില്ല. ഏത് പേരിൽ വിളിച്ചാലും നമുക്കതുകൊണ്ട് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ, ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ, സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ രഹസ്യമായി ആ സൃഷ്ടാവിനോട് മുനാജാത്ത് നടത്തുന്നത് നമ്മുടെ കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ഇറക്കി വെക്കുന്നതിന് അങ്ങനെ ഒരു അൾട്ടിമേറ്റ് പവർ ഉണ്ടെന്ന് സങ്കല്പിച്ച് അതിൽ നമ്മൾ ബലമേൽപ്പിക്കുന്നത് കൊണ്ട് മറ്റുള്ള മനുഷ്യർക്ക് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല. പക്ഷെ അത് മറ്റുള്ളവൻ വിശ്വസിക്കണമെന്നും അതിലേക്ക് ക്ഷണിക്കുകയും അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കത്തിയാളുന്ന നരകമാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. അല്ലാത്തൊരു ദൈവവിശ്വാസം കൊണ്ട് നടക്കുന്നതിന് ഒരു എതിരഭിപ്രായവുമില്ല. അത് കൊണ്ട് നടക്കാം. പക്ഷേ ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന പ്രകാരം, അല്ലെങ്കിൽ ഖുർആനിലെ ചില ആയത്തുകൾ പറയുന്ന പ്രകാരം, ഹദീസുകൾ പഠിപ്പിക്കുന്ന പ്രകാരമുള്ള നമ്മൾ വായിച്ച പ്രത്യേക തരത്തിലുള്ള സമാധാനവും പ്രത്യേക തരത്തിലുള്ള കാരുണ്യവും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ ക്രൂരതയാണ്. മനസ്സിന്റെ അകത്ത് മനുഷ്യത്വം ഒരല്പമെങ്കിലുമുള്ള ഒരു വിശ്വാസിക്കും ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് സംഗതികളാണ് നമ്മൾ ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ചിന്തിക്കുക, പഠിക്കുക, സത്യം കണ്ടെത്തുക, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. ആത്യന്തികമായി നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആണായാലും പെണ്ണായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഒക്കെ നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന കോൺസെപ്റ്റിൽ പരസ്പരം സ്നേഹിച്ചും താങ്ങും തണലുമായിക്കൊണ്ട് ഈ ജീവിതത്തെ മനോഹരമായി ജീവിച്ചു തീർക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള എളിയ ശ്രമമാണ് നമ്മൾ ഈ ചാനലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പരിപൂർണ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്